أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. يسبحون الليل والنهار لا يفترون. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. لا يسأل عما يفعل وهم يسألون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1032 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. يسبحون الليل والنهار لا يفترون. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. لا يسأل عما يفعل وهم يسألون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ആ വിഷയത്തിന്റെ തന്നെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇന്നലെ വായിച്ച ഭാഗത്ത് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഈബീൻ എന്നതാണ്. ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചത് ഒരു കളിതമാശക്ക് വേണ്ടിയായിരുന്നില്ല. ഒരു കളിക്കോപ്പ് വേണം എന്ന ആവശ്യത്തിന് എന്ന നിലക്ക് ഒരു കളിക്കോപ്പ് ഉണ്ടാക്കേണ്ടിയിരുന്നതാണെങ്കിൽ നാം അത് സ്വന്തം നിലക്ക് തന്നെ അത്തരം കളിക്കോപ്പുകൾ ഉണ്ടാക്കുകയും അതിൽ വിനോദം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഒരു പേർപ്പസും ഇല്ലാതെ, ഒരു ലക്ഷ്യവും ഇല്ലാതെ, ഒരു സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയോ സംവിധാനമോ കൃത്യമായ ആസൂത്രണമോ പദ്ധതികളോ ലക്ഷ്യമോ ഒന്നുമില്ലാതെ ഉണ്ടാക്കപ്പെട്ടതല്ല ഈ പ്രപഞ്ചം, ആകാശവും ഭൂമിയും ഈ സംവിധാനങ്ങളൊന്നും തന്നെ. മറിച്ച് നമുക്കതിൽ കൃത്യമായ ഒരു ലക്ഷ്യവും പദ്ധതിയും ഒക്കെയുണ്ട്. ആകാശഭൂമികൾ അടങ്ങിയ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് സത്യാധിഷ്ഠിതമായിട്ടാണ്. അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട്. അതാണ് ഇവിടെ അല്ലാഹു വിവരിക്കുകയുണ്ടായിട്ടുള്ളത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഗുഹു ഫൈദാ ഹുവ സാഹിഖുൻ
നാം സത്യത്തെ കൊണ്ട് അസത്യത്തെ ഇടിക്കുകയാണ്, അതിന്റെ തലയോട്ടി പിളരുന്ന വിധത്തിൽ. അത് പിന്നെ നോക്കിക്കാണെ പിൻവാങ്ങിപ്പോകുന്നു. ഇതാണ് അള്ളാഹു ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ സത്യാധിഷ്ഠിതമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ച സംവിധാനത്തില് ബാത്തില് തലപൊക്കുമ്പോഴൊക്കെയും തന്നെ അതിനെ നേരിടാൻ സത്യം കൊണ്ട് സന്നദ്ധരാവുന്ന, സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാത്തിലിനെ നേരിടാനും അതിന്റെ തലയടിച്ച് പൊളിക്കുവാനും കഴിയുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സത്യവും അസത്യവും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒരു സംവിധാനമായിട്ട്, അതിനുള്ള ഒരു സജ്ജീകരണമായിട്ടാണ് നാം ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അബദ്ധ ജടിലമായ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിന്റെ പേരിൽ വലിയ ദുരന്തവും വിനാശവുമാണ് ഏറ്റുവാങ്ങാനിരിക്കുന്നത് എന്നുകൂടി അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ. സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനമാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യര് അതിജീവിക്കുന്ന, മനുഷ്യര് അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ലക്ഷ്യരഹിതമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു പേർപ്പസും ഇല്ല. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉളവാക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ആഖിബത്തൊന്നുമില്ല. പിന്നെ എന്താണ് ജീവിതം? നേരത്തെ മുകളിൽ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് അത് വെറും കളിതമാശ മാത്രം. അത് വെറും കളിക്കോപ്പുകളായിട്ട് അള്ളാഹുവിനെ ആനന്ദിക്കാൻ ഉണ്ടാക്കപ്പെട്ടതാണ്. ആളുകള് പരസ്പരം ഏറ്റുമുട്ടുന്നതില്, രക്തം ചിന്തുന്നതില്, പരസ്പരം കടിച്ചു കീറുന്നതില്, ഇതിലൊക്കെ അള്ളാഹുവിന് വലിയ ആനന്ദമുള്ളത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് എന്ന് സങ്കല്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഈ ജീവിതത്തിന്, ഈ പ്രാപഞ്ചിക സംവിധാനത്തിന് ഒന്നുമില്ല എന്ന ഒരു നിലപാടിലാണ് ഒരാൾ എത്തിച്ചേരുന്നതെങ്കിൽ, ഇപ്പോ നടക്കുന്ന മനുഷ്യര് തമ്മിൽ നടക്കുന്ന പല സംഘർഷങ്ങളും സംഘട്ടനങ്ങളും പക്ഷം ചേരലും പോരാട്ടവും ഒക്കെ തന്നെ ഇതൊക്കെ മുകളിൽ ഇരിക്കുന്നവന്റെ ചില വിനോദങ്ങൾ മാത്രമായിട്ട് കാണേണ്ടി വരും. അള്ളാഹു പറയുന്ന അങ്ങനെയല്ല എന്നാണ്. ഷേക്സ്പിയറുടെ ഒരു നാടകത്തില്, കിംഗ് ആണെന്നാണ് എന്റെ ഓർമ്മ, ഒരു കഥാപാത്രം പറയുന്ന ഒരു വാചകം, ആസ് ഫ്ലൈസ് ടു wanton boys are we to gods, they kill us for their sport എന്നാണ്. വികൃതി പിള്ളേർക്ക് ഈ ശലഭങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ദൈവത്തിന് നമ്മൾ. അവന്റെ വിനോദത്തിന് വേണ്ടി നമ്മളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു എന്നാണ് ഷേക്സ്പിയറുടെ കഥാപാത്രം പറയുന്നത്. ഈ ഒരു നിലപാടായിരിക്കും ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവുക എന്നാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു കളിതമാശയായിട്ട്, കുറച്ച് ആനന്ദവും വിനോദവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളായിട്ടാണ് ഇതൊക്കെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതൊക്കെ വളരെ ക്രൂരമായ ദൈവിക വിനോദങ്ങളായിട്ട് കാണേണ്ടി വരും. ആ വിധത്തിലാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച സംവിധാനം അത് സത്യാധിഷ്ഠിതമാണ്. സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, നീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. വിശുദ്ധ ഖുർആനിൽ അത് പലയിടത്തായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ അസത്യത്തിന്, ബാത്തിലിന് തല പൊക്കാനും സത്യവുമായിട്ട് ഏറ്റുമുട്ടാനും ഒക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് മനുഷ്യന്റെ ലോകത്ത് അള്ളാഹു വെച്ചിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും ബാത്തില് തലപൊക്കുമ്പോൾ, മിഥ്യ തലപൊക്കുമ്പോഴൊക്കെയും തന്നെ അതിനെ നേരിടാൻ ഹക്കിനെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ രംഗത്ത് വരും. അത് തമാശക്കളിയല്ല, നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹു അതിമഹത്തരമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് മനുഷ്യന് ഈ പരീക്ഷണ കാലഘട്ടം വെച്ചിട്ടുള്ളത് തന്നെ. അതില് യോഗ്യരായ ആളുകൾ അള്ളാഹു തെരഞ്ഞെടുക്കുകയും അവരെ ഈ ഭൂമിയുടെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്യും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭൂമിയെ മറ്റൊരു രൂപത്തിൽ പുനഃസംവിധാനിച്ചുകൊണ്ട് അതിന്റെ അനന്തരാവകാശികളായിട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ നാം നിയോഗിക്കും എന്നാണ് ഖുർആൻ വളരെ തെളിമയോടുകൂടി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഒരു കളിതമാശയായിട്ട്, അതൊരു ലക്ഷ്യവുമില്ലാത്ത, ഒരു പദ്ധതിയുമില്ലാത്ത, ഗൗരവമുള്ള ഒരു ഉദ്ദേശവുമില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നതെങ്കിൽ ഇത് കേവലം കളിപ്പാട്ടങ്ങൾ മാത്രമായിട്ട്, എന്തിനോടെങ്കിലും താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പഴയ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു കൊളോസിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിനോദ കേന്ദ്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ദുർബലരായ, അടിമകളായ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നിയമക്കുരുക്കിലകപ്പെട്ടിട്ടുള്ള മനുഷ്യരെ വന്യമൃഗങ്ങളുമായിട്ട് പോരടിക്കാൻ വേണ്ടി വിടുകയും എന്നിട്ട് വന്യമൃഗങ്ങൾ ഈ ഇരകളെ ആക്രമിക്കുകയും കടിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്നത് നോക്കി കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്ന മേൽജാതിക്കാരും ഉയർന്ന ഭരണവർഗത്തിലൊക്കെ പെട്ടിരുന്ന ആളുകളും അത് വലിയൊരു വിനോദമായിട്ട്, ആനന്ദം പകരുന്ന ഒരു സംഗതിയായിട്ട് നോക്കി നിൽക്കുമായിരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച് ഈ വിധത്തില് രൂപകൽപ്പന ചെയ്ത് വിട്ടിട്ടുള്ളത് ഒരു ലക്ഷ്യവുമില്ലാതെയാണ്, കേവല വിനോദം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അത് ഈ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന കൊളോസിയം പോലെയുള്ള ആ വിനോദ കേന്ദ്രത്തിൽ നടന്നിരുന്ന കാര്യം പോലെയുള്ള ഒരു സംഗതി മാത്രമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിന് വളരെ മഹത്തരമായ ചില ലക്ഷ്യങ്ങള് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ കാര്യത്തിലും മനുഷ്യർക്കിടയിൽ ഹക്കും ബാത്തിലും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിന്റെ കാര്യത്തിലും ഒക്കെ ഉണ്ട് എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വെളിപ്പെടുത്തിയതല്ല, ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ഖുർആൻ അത് സംബന്ധമായിട്ട് നൽകുന്നത്. ഒന്ന്, സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് സത്യവിശ്വാസികൾ ബാത്തിലുമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടും, ബാത്തിലിനെ തല്ലി തകർക്കും. അതിനു വേണ്ടിയുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുന്നുണ്ടാവും. അതിന്റെ ആത്യന്തിക ഫലം മനുഷ്യരുടെ ഭൂമുഖത്തെ ഈ പ്രയാണം അവസാനിക്കുന്നതോടുകൂടി യോഗ്യരായ സത്യവാന്മാരായ ആളുകളെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും ഈ ഭൂമി പുനരാവിഷ്കരിക്കപ്പെട്ടുകൊണ്ട് ആ ഭൂമിയിൽ അതിന്റെ അനന്തരാവകാശികളായിട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതിനും വലിയ ലക്ഷ്യങ്ങളും മഹത്തരമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന സൂചനകളും ഖുർആൻ നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് വലഹു മഫ്ഫിസ് സമാവാതി വൽ അർദ്. നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവന്റെ സൃഷ്ടിപ്പാണ്, അവന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, അവന്റെ ഉടമസ്ഥതയിലുമുള്ളതാണ്. വമനുഇൻദഹു, അപ്പോ വലഹു മൻഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിൻ്റെതാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. വമനുഇൻദഹു, അവന്റെ സന്നിധിയിലായിട്ടുള്ളവർ, ഉദ്ദേശിക്കപ്പെടുന്നത് അവന്റെ സേവനത്തിനായിട്ട് നിലകൊള്ളുന്ന മലക്കുകൾ, മലാക്കന്മാർ.
ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അവന് ഇബാദത്ത് ചെയ്യുന്നതില് അവർക്ക് യാതൊരു വൈമനസ്യവും കിബറും ഒന്നുമില്ല. തങ്ങളാണ് കൂടുതൽ ഭേദപ്പെട്ടവർ, മെച്ചപ്പെട്ടവർ എന്ന ഒരു ബോധം കാരണമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് ദാസ്യവൃത്തി ചെയ്യാൻ മടി കാണിക്കുന്നവരല്ല അവരാരും തന്നെ. അള്ളാഹുവിന്റെ ഇബാദത്തില് അങ്ങേയറ്റത്തെ സംതൃപ്തിയും സന്തോഷവും ഉള്ളവരാണ് അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള ഈ സൃഷ്ടികൾ, മലക്കുകൾ. അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള വമനുഇൻദഹു, അവന്റെ അടുക്കലുള്ളവർ ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അവന് ഇബാദത്ത് ചെയ്യുന്നതില് അവർക്ക് യാതൊരു കിബറുമില്ല. അവര് ഈ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ള സംഗതി, അവന് ദാസ്യവൃത്തി ചെയ്യുക, അവന് അടിമപ്പെടുക എന്നത് അതൊന്നും ഞങ്ങൾക്ക് ചേരുന്ന ഒരു പണിയല്ല എന്ന നിലപാടോടുകൂടി അതിന് വൈമനസ്യം കാണിക്കുന്നവരല്ല മലക്കുകളൊന്നും തന്നെ. വലാ യസ്തഹ്സിറൂൻ, മാത്രവുമല്ല അവർക്ക് അതിൽ യാതൊരു മുഷിപ്പും മടുപ്പും ഇല്ലതാനും. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ കാരണമായിട്ട് മുഷിപ്പുണ്ടായി, മടുപ്പ് അനുഭവപ്പെട്ടു എന്ന തോന്നലുള്ളവരല്ല ഈ മലായികത്തുകളൊന്നും തന്നെ. അവർക്ക് നിത്യമായി നിരന്തരമായി രാവും പകലും എന്ന വിധത്തില് അള്ളാഹുവിനുള്ള അടിമപ്പെടലിലും ദാസ്യവൃത്തിയിലും അവന് പൂർണ്ണമായിട്ട് വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതിലും അവനെ ആരാധിക്കുന്നതിലും ഒന്നും തന്നെ യാതൊരു വിധത്തിലുമുള്ള മടുപ്പോ മുഷിപ്പോ അനുഭവപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യഫ്തുറൂൻ, രാവിലും പകലിലുമായിട്ട് അവർ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് സുബ്ഹാനല്ലാഹ് എന്ന കാര്യം അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവര്. അത് രാവിലും പകലിലും അവർ ചെയ്യുന്നുണ്ട്. ലാ യഫ്തുറൂൻ, അതിലൊരു വിടവും ഗ്യാപ്പും ഒന്നും വരുത്തുന്നവരല്ല അവര്. എന്ന് പറഞ്ഞാൽ മടുപ്പുളവായിട്ട് മുഷിപ്പുണ്ടായിട്ട് ഒരു രാത്രി വേണ്ടാന്ന് വെക്കുകയോ ഒരു പകല് വേണ്ടാന്ന് വെക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല. അവര് നിരന്തരമായി അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതില് ആനന്ദം കണ്ടെത്തുന്നവരാണ്. ഒരു പക്ഷി ചിറകിട്ട് പറക്കുമ്പോ, ഒരു മത്സ്യം വെള്ളത്തിൽ ഊളിയിട്ട് നീന്തുമ്പോ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനുള്ള തസ്ബീഹാണ് എന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അവരുടെ സ്വാഭാവികമായ നാഡിമിടിപ്പ് പോലെ, ശ്വാസഗതി കാരണം ഉള്ള സ്പന്ദനം പോലെ, ഹൃദയമിടിപ്പ് പോലെ ഒക്കെയുള്ള സ്വാഭാവികമായ അവരുടെ ഡിസ്പൊസിഷനാണ് അവർ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത്. അതിൽ അവർക്ക് യാതൊരു മടുപ്പുമില്ല, അല്ലെങ്കിൽ അതില് എന്തെങ്കിലും അതൃപ്തിയൊന്നുമില്ല അവർക്ക്. അവര് ആ പ്രക്രിയയില്, ആ പ്രയത്നത്തിൽ നിരന്തരമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രാവും പകലും ഒരു നേരവും വിട്ടുകളയാതെ നിരന്തരമായി തുടർച്ചയായി അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അമിത്തഖദു ആലിഹതൻ മിനൽ അർളി ഹും യുൻശിറൂൻ, എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ച വീക്ഷണം, ജീവിത വീക്ഷണം ഇതാണ്. ജീവിതം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന, പ്രത്യേകിച്ച് മക്കയിലെ ആ കാലഘട്ടത്തിലെ ആളുകൾ, അവര് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കാത്ത, ഖുർആൻ ദൈവിക ഗ്രന്ഥമായിട്ട് തിരിച്ചറിയാത്ത ആളുകൾ, അവരോടായിട്ട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻശിറൂൻ, അവര് സ്വീകരിച്ചിരിക്കുന്നത്, ഭൂമിയിൽ നിന്ന് അവര് ചില ഇലാഹുകളെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്.
എന്നിട്ട് അവര് ജീവനില്ലാത്തതിന് ജീവൻ നൽകിക്കൊണ്ട് അവര് ഇവരെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. ചില ആളുകളെ, ശക്തികളെ അല്ലെങ്കിൽ രൂപങ്ങളെ ഒക്കെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ഇവർക്ക് മൃതപ്രായമായി കിടക്കുന്നതിനെ ജീവനുള്ളതാക്കി മാറ്റാൻ കഴിയുമോ? മരിച്ചുപോയ ആളിൽ ജീവൻ സന്നിവേശിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? എന്തടിസ്ഥാനത്തിലാണ് ഇവര് ആലിഹത്ത് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളെ ആലിഹത്തായിട്ട് അവർ പരിഗണിക്കുന്നത്? അള്ളാഹുവിനെ പോലെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ പുറപ്പെടുവിക്കുവാനും മരിച്ചുപോയവരെ വീണ്ടും തിരിച്ച് ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഈ കൂട്ടർക്ക് സാധിക്കുമോ എന്നാണ്. അങ്ങനെയുള്ള ദൈവങ്ങളെയാണോ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. മനുഷ്യൻ പലപ്പോഴും വളരെ മൂഢമായി, വളരെ അബദ്ധജടിലമായ തീരുമാനങ്ങളിലേക്കും ശീലങ്ങളിലേക്കും സമ്പ്രദായങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രം സംഭവിക്കുന്ന സംഗതിയാണ് ബഹുദൈവത്വം എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് അത് ഏത് കാറ്റഗറിയിൽ പെടുന്ന വിധത്തിലായാലും ശരി, അള്ളാഹു അല്ലാത്തവരെ ദിവ്യത്വമുള്ളവരായി പരിഗണിച്ചുകൊണ്ട് അവരെ ആലിഹത്തായിട്ട് കണക്കാക്കുക എന്നത് എത്ര മൂഢമായ ഒരു പ്രവർത്തനമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ അവനാണ്. അവന്റെ അടുക്കൽ നിരന്തരമായി രാവും പകലും അവന് പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവര് അസംഖ്യമാണ്. അവരാരും തന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തിന്റെ കാര്യത്തില് കിബ്റ് കാണിച്ച് ഞങ്ങൾക്കതിന് സന്നദ്ധതയില്ല എന്ന് ഒരിക്കൽ പോലും പറയുന്നില്ല. അവരാരും അതില് മടുപ്പ് കാണിക്കുകയും ചെയ്യുന്നില്ല. അവരുടെ ഹൃദയസ്പന്ദനം പോലെ, നാഡിമിടിപ്പ് പോലെ, അവരുടെ ശ്വാസോച്ഛ്വാസം പോലെ അവര് അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരതില് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നിട്ടാണോ ഇവർ, ഈ ആളുകൾ, അള്ളാഹു അല്ലാത്ത പലതിനെയും ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ആരാധിക്കാൻ തുടങ്ങുന്നത്, അവരെ ദൈവങ്ങളായിട്ട് കാണുന്നത്? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആളുകൾ ദൈവങ്ങളായിട്ട് അവർ പരിഗണിക്കുന്ന ഇവർ, ഈ പ്രതിഭാസങ്ങൾ, അവർക്ക് മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മൃതപ്രായമായ അവസ്ഥയിലുള്ള, ഡെഡായ അവസ്ഥയിൽ, ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് ജീവൻ വെളിയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? മരിച്ചുപോയവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? അള്ളാഹുവാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. മൃതമായ അവസ്ഥയിലുള്ളതിൽ നിന്ന് ഹയ്യ് എന്ന അവസ്ഥയിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. ഡെഡ് എന്ന് പറയാവുന്ന അവസ്ഥയിലുള്ള പ്രതിഭാസങ്ങൾ, പദാർത്ഥങ്ങൾ, അതിൽ നിന്ന് ജീവനില്ലാത്ത പദാർത്ഥങ്ങൾ, അതിൽ നിന്ന് ഹയ്യ് എന്ന് വിളിക്കാവുന്ന, ജീവനുള്ളത് എന്ന് വിളിക്കാവുന്ന, ജീവന്റെ തുടിപ്പുള്ള സംഗതികളെ പുറത്തു കൊണ്ടുവരാൻ, സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രതിഭാസങ്ങളെ അവർ അവരുടെ ആലിഹത്താണ് എന്ന വിധത്തിൽ പരിഗണിക്കുന്നത്? അവരെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച മണ്ണും കല്ലും ലോഹവും അതുപോലെയുള്ള പദാർത്ഥങ്ങളൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള അവന്റെ സൃഷ്ടിപ്പായിട്ടുള്ള സംഗതികളാണ്. അവന്റെ സൃഷ്ടിപ്പായ പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഒന്നിനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. എന്നിട്ട് അള്ളാഹു സൃഷ്ടിച്ച മണ്ണും കല്ലും ലോഹവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെ ആലിഹത്ത് എന്ന് വിളിക്കുകയാണോ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. അപ്പോ എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ്. ഈ ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യത്തിനായിട്ട്
അല്ലാഹു അല്ലാത്ത വല്ല ആലിഹത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിനോടൊപ്പം വേറെയും ആലിഹത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ലഫസദത, അത് രണ്ടും, ആകാശങ്ങളും ഭൂമിയും അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യം തന്നെയും തകർന്നു പോകുമായിരുന്നു, നാശമടയുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ആകെ തീഷ്ണമായ അതിഗുരുതരമായ സങ്കീർണതകളിൽ അകപ്പെട്ടു പോകുമായിരുന്നു ഈ പ്രപഞ്ച സംവിധാനം മൊത്തം. അള്ളാഹു അല്ലാത്ത വേറെ ആലിഹത്തുകള് ഈ പ്രപഞ്ചത്തിനുണ്ടായിരുന്നെങ്കിൽ അതാകെ നാശമടഞ്ഞതായി മാറുമായിരുന്നു, കുഴപ്പം ബാധിച്ചതായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നിയന്ത്രണ കേന്ദ്രം, അത് കേന്ദ്ര തലത്തിലൊരു അധികാരം എല്ലാറ്റിന്റെ മേലും ഉള്ള ഒരാള് ഏത് സംവിധാനത്തിനും ആവശ്യമാണ്. ഒരു സ്റ്റേറ്റിന്റെ കാര്യം എടുത്താൽ പല തട്ടുകളിലായിട്ട് അധികാരം നമ്മൾ വിഭജിച്ചൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തലപ്പത്തായിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഒരു അധികാരി ഉണ്ടാവണം. അപ്പോഴേ അത് ശരിയായ വിധത്തില് പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, നമുക്ക് കേരള അസംബ്ലിയിലെ അംഗങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ധാരാളം മന്ത്രിമാരെ കണ്ടെത്തി എന്ന് വെക്കുക. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര്, ഓരോ കാര്യത്തിനും ഓരോ മന്ത്രി, അങ്ങനെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര്. പക്ഷെ അവർക്കൊക്കെ തുല്യമായ അധികാരമാണുള്ളത്, തുല്യമായ കഴിവുകളൊക്കെയാണുള്ളത് എന്നും സങ്കല്പിക്കുക. എന്നിട്ട് അവരുടെ മുകളിലായിട്ട് ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു പദവിയില്ല, മുഖ്യമന്ത്രി എന്നൊരു പദവിയില്ല. തുല്യരായ ഒരുപാട് മന്ത്രിമാരാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഈ മന്ത്രിമാര് തമ്മിൽ നിരന്തരം വഴക്കായിരിക്കും എല്ലാ സമയത്തും. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരിക്കലും തന്നെ വേറെ ധനകാര്യ വകുപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിട്ട് സ്വരച്ചേർച്ചയിലാവില്ല. അവര് പരസ്പരം സംഘർഷത്തിലും താല്പര്യങ്ങളുടെ സംഘട്ടനത്തിലും ഒക്കെ ആയിരിക്കും. ഇത് സംഘർഷരഹിതമായ വിധത്തില് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അതിന്റെ മുകളിലായിട്ടൊരു മുഖ്യമന്ത്രി എന്നൊരു പദവി ഉള്ളത് കൊണ്ടാണ്. ഒരു കുടുംബത്തിന്റെ കാര്യവും, രണ്ട് നാഥനുണ്ട് എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കുടുംബത്തിന് അവിടെയും വലിയ സങ്കീർണതകളും സംഘർഷവുമായിരിക്കും. ഒരു സമയത്തും ഒരു യോജിപ്പോടും ഐക്യപ്പെടലോടും കൂടി ഒരു കാര്യവും തീരുമാനിക്കപ്പെടുകയില്ല. ഒരാൾക്ക് ദോശയാണ് ഇഷ്ടമെങ്കിൽ വേറൊരാൾക്ക് പത്തിരിയായിരിക്കും ഇഷ്ടം. അപ്പൊ ഒരു പ്രാതൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും തർക്കവും ഏറ്റുമുട്ടലും ഒക്കെ ആയിരിക്കും. ഒരാൾക്ക് വീട് എയർ കണ്ടീഷൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കുടുംബത്തിന് രണ്ടാമതൊരു നാഥനുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അഭിപ്രായമുള്ള ആളായിരിക്കും മറ്റേയാള്. അപ്പൊ അവര് തമ്മിൽ ഒരു തീർപ്പ് ഉണ്ടാവുകയില്ല. ഇവർക്ക് മുകളിലായിട്ട് ഒരു കുടുംബനാഥനായിട്ട് രണ്ടുപേരെയും കേട്ടുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരാള് അവരുടെ മുകളിലുണ്ടെങ്കിൽ ആ പ്രശ്നം സങ്കീർണമാവാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. യുക്തിപരമായിട്ട് തന്നെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാവുക എന്നത് മനുഷ്യബുദ്ധിക്ക് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അതിസങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുക എന്നതാണ് സ്വാഭാവികമായ ഒരു യുക്തിപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇത് ഏറ്റവും പൗരാണികരായ മരുഭൂവാസികളും അപരിഷ്കൃതരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെ ആയിരുന്ന പദവികൾക്കും നമ്മുടെ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ആഴത്തില് ജ്ഞാനം നേടിയിട്ടുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ച് വളരെ ഡെലിക്കേറ്റ് ആയ കാര്യങ്ങൾ വരെ ആസൂത്രണം ചെയ്ത് അതിൽ മികവ് തെളിയിച്ചിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരു യുക്തിയാണ്. അത് ഏറ്റവും പൗരാണികനായ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മരുഭൂവാസിയായ അപരിഷ്കൃതനായ ആളിന് മനസ്സിലാകുന്ന അതേ വിധത്തില് ഈ യുക്തി ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന പ്രായോഗിക ജീവിതത്തിലെ സങ്കീർണതകളെ വളരെ നന്നായി അപഗ്രഥിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിദഗ്ധർക്ക് പോലും ഈ യുക്തി ബോധ്യപ്പെടും. ലൗകാന ഫീഹിമ ആലിഹത്തുൻ, ഈ സംവിധാനത്തില്, ഈ ആകാശങ്ങളും ഭൂമിയും അടങ്ങിയ ഈ സംവിധാനത്തിന് കൂടുതൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ലഫസദത, ഇതാകെ താറുമാറായി പോകുമായിരുന്നു. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, അതിനാൽ ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു അങ്ങേയറ്റം മഹത്വമുടയവനാണ്, പരിശുദ്ധനാണ്. റബ്ബിൽ അർഷ്, അവൻ ആധിപത്യത്തിന്റെ സിംഹാസനത്തിന്റെ നാഥനാണ്. സകല സംഗതികളുടെയും മേലുള്ള അധികാരം ഉടയവനാണ് അള്ളാഹു. അവന് റബ്ബുൽ അർഷാണ്. അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്നാണ് നമ്മൾ സാധാരണ അതിന് വിവർത്തനം ചെയ്യാറുള്ളത്. അധികാരം, പ്രപഞ്ച സാകല്യത്തിന്റെ മേൽ സമ്പൂർണമായ നിയന്ത്രണം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിയന്ത്രണത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടുള്ള ഒരു പദമാണ് അർഷ് അല്ലെങ്കിൽ ഈ സിംഹാസനം എന്നൊക്കെ പറയുന്നത്. മലയാളത്തിൽ സിംഹത്തിന്റെ ആസനം എന്ന, അല്ലെങ്കിൽ സിംഹത്തിന് കയറിയിരിക്കാനുള്ള ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ഈ സിംഹാസനം എന്ന പദം പ്രയോഗത്തിൽ വന്നിട്ടുണ്ടാവുക. ഇംഗ്ലീഷില് ത്രോൺ എന്നാണ് അതിന് പറയാറുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയില് നമ്മള് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ ആ കസേര, ആ ഇരിപ്പിടം, ആ സിംഹാസനം, അതിനെ വിവരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറുതും നിസ്സാരവും എന്നൊക്കെ തോന്നുന്ന സംഗതികൾ മുതൽ ഏറ്റവും വലുതും ഏറ്റവും വ്യാപ്തിയുള്ളതും പ്രസക്തമായതുമൊക്കെയായ സംഗതികൾ വരെയുള്ള സകല സംഗതികളുടെയും മേൽ അധികാരവും നിയന്ത്രണവും ഉള്ളവനാണ് അള്ളാഹു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റബ്ബുൽ അർഷാണ് അവൻ. എന്നിട്ട് ഫസുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അവര് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല മണ്ടത്തരങ്ങളിൽ നിന്നും അതിനൊക്കെ അതീതനായി മഹത്വമുടയവനും പരിശുദ്ധിയുള്ളവനുമാകുന്നു അള്ളാഹു. ആരാണവൻ? റബ്ബുൽ അർഷാണ്. സിംഹാസനത്തിന്റെ നാഥനാണ്, അധികാരം ഉടയവനാണ്, എല്ലാറ്റിന്റെ മേലും സമ്പൂർണമായ അധികാരമുള്ളവനാണ് അവൻ. റബ്ബുൽ അർഷാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ഇവരുടെ ജൽപ്പനങ്ങളുടെ കാര്യത്തിലൊക്കെ അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനും പരിശുദ്ധനുമാകുന്നു അള്ളാഹു. ഇവരുടെ അബദ്ധജടിലമായ സംസാരങ്ങള് അതൊന്നും അവനെ ഏശുകയേയില്ല. അതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായ യാതൊന്നുമല്ല. ഇവര് വിഡ്ഢിത്തം പുലമ്പുന്നുണ്ടാകും, മഹാ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷെ അത്തരം അബദ്ധങ്ങളൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഹത്വത്തെയോ അവന്റെ വിശുദ്ധിയെയോ ബാധിക്കുന്ന വിഷയമേ അല്ല. അവൻ റബ്ബുൽ അർഷാണ്. പ്രപഞ്ച സാകല്യത്തിന്റെ മേൽ സമ്പൂർണമായ അധികാരമുള്ളവനാണ്. അതിന്റെ മേലുള്ള സിംഹാസനത്തിന്റെ നാഥനാണ് അവൻ എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ലാ യുസ്അലു അമ്മാ യഫ്അലു, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരാളും അവനെ ചോദ്യം ചെയ്യൂല. അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ആരുടെ മുന്നിലും അവൻ അതിന്റെ പേരിൽ ഉത്തരം പറയേണ്ടവനല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു, താൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ആരുടെയെങ്കിലും മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്നവനല്ല അള്ളാഹു. വഹും യുസ്അലൂൻ, എന്നാൽ അവരൊക്കെ തന്നെയും
അള്ളാഹുവിനെ കുറിച്ച് വളരെ വ്യാജമായ അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുകളൊക്കെയും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ പരിശുദ്ധി, ഇത് ഈ ആളുകളുടെ സംസാരം കൊണ്ട് ഏതെങ്കിലും വിധത്തില് ശോഷണം സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. ഈ ആളുകൾ വലിയ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അബദ്ധങ്ങള് അവരെ തന്നെയാണ് അപകടപ്പെടുത്തുന്നത്. കാരണം അവര് ബഹും യുസ്അലൂൻ, അവര് ഉത്തരം ബോധിപ്പിക്കേണ്ട ആളുകളാണ്. അവര് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ അവര് കൈകെട്ടി നിന്ന് അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ഒക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവോ അവനാരോടും അങ്ങനെ ഉത്തരം ബോധിപ്പിക്കേണ്ടവനല്ല. അവന് റബ്ബുൽ അർഷാണ്. എന്തെങ്കിലും വിധത്തിലുള്ള എന്ത് രൂപത്തിലുള്ള അധികാരമാണ് എവിടെയെങ്കിലും ഉള്ളതെങ്കിൽ പോലും പവർ എന്നത് അത് സമ്പൂർണമായിട്ടും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവന് റബ്ബുൽ അർഷാണ്. പവറിന്റെ സകല രൂപങ്ങളിലുള്ള അധികാരത്തിന്റെയും ശക്തിയുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അവന്റെ മുന്നിൽ എത്തുമ്പോ എല്ലാവരും പത്തിമടക്കി നിസ്സഹായരായി യാതൊരു വിധത്തിലുള്ള അധികാരവും കരുത്തും ഇല്ലാത്തവരായി ദുർബലരായി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അവൻ ആരുടെ മുന്നിലും ഉത്തരം ബോധിപ്പിക്കേണ്ടവനല്ല. എന്നാൽ ഈ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉത്തരം ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ദിവ്യത്വത്തിന്റെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ, അള്ളാഹുവിന്റെ ഇലാഹിയത്തിന്റെ ഒക്കെ പല തലങ്ങളും വെളിപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ കുർസിയുടെ, അള്ളാഹുവിന്റെ അർശിന്റെ ഒക്കെ അർത്ഥസൂചനകളെ പകർന്നു തരുന്ന ആയാത്തുകളാണ് സൂറത്തുൽ അംബിയയിൽ ഇപ്പോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.